നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വിഷു ഹാമ്പർ ഗുരുവായൂരത്തെ സാധനങ്ങൾ വെച്ച് ഇവിടെ തന്നെ ലോഞ്ച് ചെയ്യണം. നമ്മളിന്ന് കാലത്ത് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീച്ചിട്ട് നേരെ ഗുരുവായൂരിലോട്ട് വിട്ടു. ഒറ്റയ്ക്കല്ല ഞാൻ പോകുന്നത്, നമ്മുടെ ടീമിത്തെ എല്ലാവരും കൂടിയാണ് ഞാൻ ഇന്ന് പോകുന്നത്. അത് വേറെ ഒന്നിനുമല്ല, വിഷു ഹാമ്പറിൽ വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ്. ഒരു 11-11:30 ആയപ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂർ റീച്ച് ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ പോയത് നേരെ തൊഴുതാനാണ്. എക്സാം ഒക്കെ ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെങ്കിൽ ഏകദേശം 2-2.5 മണിക്കൂർ നിന്നിട്ടാണ് നമുക്ക് തൊഴുതാൻ തന്നെ പറ്റിയത്. തൊഴുത് കഴിഞ്ഞ് സദ്യ എല്ലാം കഴിച്ച് നമ്മൾ നേരെ സാധനങ്ങൾ മേടിക്കാനുള്ള ഷോപ്പുകളിലേക്ക് വിട്ടു. ഗുരുവായൂർ അമ്പലത്തിന്റെ സൈഡിലുള്ള കടകൾ തന്നെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. വിഷു ഹാമ്പറിൽ നമ്മൾ വെക്കുന്ന കണിക്കൊന്നയും കുട്ടി കൃഷ്ണനും ഒക്കെ നമ്മളിതാ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്താണ് കേട്ടോ. അത് വേറെ ഒന്നിനുമല്ല, ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഹാമ്പർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നിയത് ചില സാധനങ്ങളൊക്കെ ലോക്കൽ മാർക്കറ്റിലും കിട്ടുന്നതിലും അഫോർഡബിൾ ആയിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. കണിക്കൊന്നയും കൃഷ്ണനും മാത്രമല്ല, നമ്മൾ കുറച്ച് ഓർണമെന്റ്സും കൂടെ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ ഒരുപാട് കടകളിൽ മയിൽപ്പീലി വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടൻ വെയിലത്ത് നിന്ന് വിൽക്കണ കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ മയിൽപ്പീലല്ല ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മൾ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഹാമ്പർ ചെയ്യാൻ പറ്റിട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാമ്പർ ബോക്സ് ഒക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. ടേബിൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആഗ്രഹിച്ചതുപോലെ ആദ്യത്തെ വിഷു ഹാമ്പർ നമുക്ക് അവിടെ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റി. ഈ ഒരു കുഞ്ഞി കൃഷ്ണനും മയിൽപ്പീലിയും വാൽക്കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള ഹാമ്പർ ഈ ഒരു വിഷുവിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വിഷു എന്ന് കമന്റ് അടിച്ചോളൂ. ഡീറ്റെയിൽസ് DM വരും.